ഒരു ജീവൻ രക്ഷിക്കാൻ കടമയുള്ള ഒരു ഡോക്ടറാണ് ശ്രീകുട്ടി. ആ ഡോക്ടർ അങ്ങനെ വണ്ടിയെടുത്ത് ദേഹത്തൂടെ കയറ്റി വിട്ട് കൊണ്ടുപോകുന്ന ആജ്ഞാപിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എൻ്റെ കുട്ടി പറയായിരുന്നു, എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, ആ കുട്ടി ജയിലിൽ കിടന്നിട്ട് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, അമ്മ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അമ്മ, ഞാനൊന്നും അറിഞ്ഞില്ല, ഇവ എന്തൊന്നിൽ കൂടി കയറ്റിക്കൊണ്ട് പോയെന്ന് പോലും എനിക്കറിയില്ല എന്നാണ്. അമ്മയോട് അങ്ങനെയായിരുന്നു അങ്ങനെയാണ് പറഞ്ഞത്. പറഞ്ഞത്. അവൾ അവസാനം അവസാനം പറഞ്ഞത് അങ്ങനെയാണ്. ആശുപത്രി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ സമയത്ത്. അഡ്മിറ്റായ സമയത്തല്ല, ഇപ്പം അവൾ ഇന്നലെ വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞതാണ്, ഞാൻ ഒരിക്കലും ആ സ്ത്രീയെ കൊല്ലാനായിട്ട് ഞാൻ നോക്കിയിട്ടില്ല, ഇത് ഞാൻ അറിഞ്ഞതല്ല അമ്മ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഈ അജ്മലി കൊടുത്തേക്കുന്ന മൊഴി ശ്രീകുട്ടി പറഞ്ഞു വണ്ടിയെടുത്ത് പോകാൻ എന്നുള്ളതാണ്. അത് ഒരിക്കലും പറയില്ല. ഇല്ല ഇല്ല, ഒരിക്കലും എൻ്റെ കുട്ടി പറഞ്ഞിട്ടില്ല എന്ന് കരഞ്ഞ് എൻ്റെ കൂടി പറഞ്ഞു. അമ്മ ഞാൻ അങ്ങനെ പറയൂ, ഞാൻ അങ്ങനെ ഒരു രോഗിയെ ഒരു 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 വ്യക്തിയെ ഞാൻ കൊല്ലൂ അമ്മ, അത് ഇവൻ എന്തിൽ കൂടി അടിച്ച് കയറിപ്പോയെന്ന്, സ്പീഡിൽ വന്നില്ല, ഇവൻ എങ്ങനെയാണ് അടിച്ച് പോയതെന്ന് എനിക്കറിയില്ല. പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇവൻ ഒരു സ്ത്രീയുടെ പുറത്തൂടെയാണ് ഇവൻ അടിച്ചുകൊണ്ട് വണ്ടി കയറ്റി ഇറക്കിയെന്ന് അറിഞ്ഞത്. അല്ലാതെ എനിക്കൊന്നും അറിയില്ല അമ്മ എന്ന് എന്നോട് ഒരുപാട് ഏങ്ങി കരഞ്ഞ് എന്നോട് പറഞ്ഞു. ഈ അപകടം നടന്നത് ഡോക്ടർ അപ്പം അറിഞ്ഞിരുന്നു, ഒരു ആക്സിഡന്റ് പറ്റി എന്നുള്ളത് അറിഞ്ഞിരുന്നു. എന്തോ ഒരു സൗണ്ടും ബഹളവും ഒക്കെ കേട്ട് ഇവള് ക്ലാസ് ഇട്ട് ബാക്കിലിരിക്കുകയായിരുന്നല്ലോ. ഇവളെ കൂടെ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെന്നും ഫ്രണ്ടിൽ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നെന്നും പറഞ്ഞു. അവരൊക്കെ വഴിയിൽ അല്ല, ഇപ്പം അത് വാർത്തയിലൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ബാക്കിലിരുന്ന ആ പെൺകുട്ടിയും ഫ്രണ്ടിലിരുന്ന ആൺകുട്ടിയും പുറത്തിറങ്ങി വിട്ടിട്ടാണ് ഇവളെ ബാക്കി ഇരുത്തിയിട്ട് കൊണ്ടുവന്നത്. അപ്പം മനഃപൂർവ്വം ഇവളെ കൊടുക്കാൻ വേണ്ടി യവന്മാർ ചെയ്യിച്ചതാണ്, പൈസ കൊടുത്ത് ചെയ്യിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സോണി എന്ന് പറയണത്, ഈ ഭുവനേന്ദ്രൻ എന്ന് പറയണത് നമ്മളെ ഫാമിലിയെ മൊത്തം നശിപ്പിച്ച് കാണിച്ചു തരുമെന്നാണ് ഈ ഭുവനേന്ദ്രൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അല്ല, അങ്ങനെ ഒരു സംശയം ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ പോലീസിന് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടോ? അതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇല്ല, പോലീസ് ആരും ഇവിടെ വന്നിട്ടില്ല, ആരും ഒരു രീതിയിലും ഒരു ഫോൺ കോൾ പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ഞാനുമായിട്ട് സംസാരിച്ചിട്ടില്ല. ചാനൽ ആ കുടുംബത്തിനോട്, നമ്മൾ ആ മരണപ്പെട്ട കുഞ്ഞുമോളുടെ കുടുംബത്തോട് സംസാരിച്ചിരുന്നു. അപ്പോഴും അവർ പറയുന്ന അവരുടെ ജീവിതത്തിന്റെ വലിയൊരു ക്യാൻസറിൽ നിന്ന് രോഗമുക്തിയായിട്ടുള്ളൊരു കുടുംബമായിരുന്നു, സ്ത്രീയായിരുന്നു, അവരാണ് മരണപ്പെട്ടത്. അതീവ ദുഃഖത്തോടെയാണ് ഈ ഒരു. തീർച്ചയായിട്ടും ആ സ്ത്രീ അവരുടെ കുടുംബത്തോട് എനിക്കുണ്ടാകുന്ന ദയനീയ അവസ്ഥയാണ്. എൻ്റെ അമ്മ മരിച്ചുപോയാൽ മക്കളായ നമുക്ക് എന്തുമാത്രം ദുഃഖം ഉണ്ടാവും, അതേ ദുഃഖമാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്, മക്കൾ അനുഭവിക്കുന്നത്. ഒരു അമ്മയെ നഷ്ടപ്പെട്ടത് മക്കൾക്ക് മാത്രമേ ആ വിഷമം അറിയാൻ പറ്റൂ. അങ്ങനെ ആ സ്ത്രീയെ കൊന്നതിനോട് എനിക്ക് അതിയായ ദുഃഖമുണ്ട്. അവരോട് ഞാൻ ക്ഷമയും ചോദിച്ചിട്ടുണ്ട് പല ചാനലുകളിലും. എൻ്റെ മോൾ നിരപരാധിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.